നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ ദിവസം KP ശങ്കരദാസിനെയും അതുപോലെ N വിജയകുമാറിനെയും SIT ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്നതോടുകൂടി കുറേ ചുരുളുകൾ നിവരും എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. അതേസമയം കൂടുതൽ ചുരുളുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കുരുക്കലായ LDF പ്രതിരോധം തീർക്കുകയാണ്. ആ പ്രതിരോധത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ആദ്യമായിട്ട് അദ്ദേഹം സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് അത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ SIT ഒരുപക്ഷെ കണ്ടെത്താനിടയുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബർ സ്വയം സൃഷ്ടിക്കുകയാണെന്ന് കരുതണം. കാരണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. കോൺഗ്രസ് നേതാക്കളായ ആരും ഈ ഒരു നിമിഷം വരെ സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതിൻ്റെ സാങ്കത്യം വെളിവാക്കുന്നില്ല. പക്ഷേ UDFിൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് MP ഇക്കാര്യത്തിൽ ഒരു തുറന്ന സമ്മതം നൽകിയിട്ടുണ്ട്. അത് ശരിക്കും ചുരുൾ അഴിക്കാൻ പര്യാപ്തമല്ലെങ്കിലും ഒരു തുറന്ന സമ്മതം അദ്ദേഹം നൽകിയിരിക്കുന്നു. അതിങ്ങനെയാണ്: ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഒരുവനായിരുന്നു എങ്കിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയില്ലായിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്തിനു പോയി, എന്താണ് കാര്യം, എങ്ങനെയാണ് അടുപ്പം, ഈ കാര്യങ്ങൾ ഒന്നും വ്യക്തമാവുന്നില്ല. ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കള്ളനായിരുന്നുവെങ്കിൽ എന്ന് തന്നെയാണ് അർത്ഥം. കള്ളനെ കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ മുമ്പിൽ വെച്ചിട്ട് ഫോട്ടോ എടുപ്പിച്ചത് എന്തിന്? അത് താൻ അതിൽ പെട്ടുപോയതാണെന്നാണ് അടൂർ പ്രകാശ് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. സാമാന്യ യുക്തി ഉപയോഗിച്ച് യുക്തിഭദ്രമായിട്ട് അത് അപഗ്രഥിക്കുമ്പോൾ അപ്പോൾ ആരാണ് പിന്നെ അവിടെ കൊണ്ടുപോയത്? അതിനുത്തരം വേണ്ടേ? അതിനുത്തരം ആ ഫോട്ടോയിൽ തന്നെ ഉണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ. ആൻ്റണി MP, പത്തനംതിട്ടയുടെ സ്ഥിരം MP. പത്തനംതിട്ടയുടെ ആ MP സ്ഥാനാർത്ഥിത്വം കൗശലം കൊണ്ടോ അസാധാരണമായ മെയ്വഴക്കം കൊണ്ടോ ഒക്കെ വീണ്ടും പിടിച്ചു വാങ്ങാൻ ഉള്ള സ്വാധീനമുള്ള ഒരു വ്യക്തി, അതിനുള്ള തന്ത്രങ്ങളുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയാണ് ശബരിമലയെ ഉൾച്ചേർന്നിരിക്കുന്നതെന്നാണ് പൊതുവേ നമ്മുടെ വിശ്വാസം. ശരിയാണ്, പത്തനംതിട്ട ജില്ല വഴിയേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ. വാസ്തവത്തിൽ ശബരിമല എന്ന് പറയുന്ന ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് ടൈഗറിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്. പക്ഷെ പത്തനംതിട്ടയോടാണ് അതിന് കൂടുതൽ അടുപ്പം. പോകുന്നതിൽ ഏറെക്കുറെ എല്ലാ പേരും പോകുന്നത് പത്തനംതിട്ടയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി സഞ്ചരിക്കാതെ എത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയാണ് ശബരിമലയുടെ ജില്ലയായിട്ട് പൊതുവെ അറിയപ്പെടുന്നത്, ഇടുക്കിയല്ല. അപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനോട് അടുത്ത് കിടക്കുന്ന ജില്ലയായ പത്തനംതിട്ടയുടെ MP ആണ് ആൻ്റണി. അപ്പം തീർച്ചയായിട്ടും ഇത് കൊണ്ടുപോയതിൻ്റെ പിന്നിൽ കണക്ഷൻ ശബരിമല തന്നെയാണ്. ശബരിമലയിലെ എന്തോ കുന്തമാണ് ഇദ്ദേഹം എന്നുള്ള ഒരു ധാരണ സോണിയാഗാന്ധിയിൽ സൃഷ്ടിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ പുണ്യം കിട്ടും, വിജയം ഉറപ്പാകും, കാര്യസാധ്യം, കാര്യസിദ്ധി പൂജയ്ക്ക് തുല്യമാണ് എന്നൊക്കെ എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങളൊക്കെ സോണിയാഗാന്ധിയിൽ പരത്തിയതിന് ശേഷമായിരിക്കണം അവരിതിന് വഴങ്ങിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ തീർച്ചയായിട്ടും സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഈ പുരാവസ്തു വ്യാപാരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പുരാവസ്തു കടത്തുകാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയൊരു ആളാണ്
ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ പരസ്യമായിട്ടൊരു ഫോട്ടോ അങ്ങനെ നിന്ന് എടുക്കില്ലല്ലോ. രഹസ്യമായിട്ടൊരു ഇടപാടാണെങ്കിൽ. ഒട്ടോവിയോ ക്വാട്രോച്ചിയുമായിട്ട് സോണിയാഗാന്ധി നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ആയുധ ഇടപാടിലെ ഇടനിലക്കാരൻ, ബൊഫോഴ്സ് ആയുധ ഇടപാടിലെ ഇടനിലക്കാരനും സോണിയാഗാന്ധിയുടെ അടുത്ത ആളുമായിട്ടുള്ള ഒട്ടോവിയോ ക്വാട്രോച്ചിയെ രക്ഷപ്പെടുത്തിയത് സോണിയാഗാന്ധിയാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പരമ്പരയായിട്ട് അവരുടെ ഒരു എക്സ്ക്ലൂസീവ് പരമ്പരയിലൂടെ സ്കൂപ്പിലൂടെ അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അതിൽ കേസൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല, ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. കേസ് പാതി വഴിക്ക് അത് തീരുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആരോപണമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പരസ്യമായിട്ട് ഫോട്ടോയിൽ നിൽക്കുമെന്ന് നമുക്ക് യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ദുരൂഹത ഇപ്പോഴും ഉണ്ട്. അതായത് എന്തിനാണ് ഈ നിന്നത് എന്നുള്ളത് പറയുന്നില്ല. അതൊരു പക്ഷേ സമർത്ഥമായിട്ട് ആൻ്റോ ആൻ്റണി, അദ്ദേഹത്തിന് അതിന് കഴിവുണ്ട്. ഇത് ശബരിമലയുടെ വലിയ പൂജാരിയാണ്. അവിടുത്തെ പൂജാരിയല്ല അദ്ദേഹം അവിടുത്തെ പരികർമ്മിയാണ്. അതായത് കീഴ്ശാന്തിയുടെയും കീഴിലുള്ള ഒരു ആൾ മാത്രമാണ്. അതിനപ്പുറം ലാർജർ ദാൻ ലൈഫ് സൈസ് ഇമേജ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഉള്ളതിനേക്കാൾ വലിപ്പം കൂടിയ ഒരാളെന്നൊക്കെ പറഞ്ഞ് ഇതെത്രയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളിനെ താൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടൊരു മണിയടി. അതായത് കെ വി തോമസ് തിരുതാക്കറി കൊണ്ട് സോണിയാഗാന്ധിക്ക് കൊടുത്ത് മണിയടിച്ച് ഇഷ്ടക്കാരനായതുപോലെ ശബരിമലയിലെ പോറ്റിയെ കൊണ്ടുവരിക. സോണിയാഗാന്ധി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു നേതാവായിട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹിന്ദു കാർഡ് കളിക്കാതെ പറ്റുകയില്ല എന്നുള്ള അറിയാവുന്ന ആളുമാണ്. അതിനോടൊപ്പം ന്യൂനപക്ഷ കാർഡും കളിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ശബരിമലയുടെ ഒരാളിനെ കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ പാർട്ടിയെ വളർത്തും, തന്നെയല്ല തൻ്റെ മകളോ മകനോ ഒക്കെ മത്സരിക്കേണ്ട ഒരു മണ്ഡലം, ലോക്സഭാ മണ്ഡലം അവിടെയാണ്. അതുകൊണ്ട് ആ പുണ്യം കൂടി ഇങ്ങ് ഏറ്റുവാങ്ങാം. ഒരു ഹിന്ദു വിരോധിയൊന്നുമാണ് സോണിയാഗാന്ധി എന്ന് തോന്നുന്നില്ല. അവർ റോമൻ കാത്തലിക് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഹിന്ദു വിരോധം ഒന്നും അവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിക്ക് തീർച്ചയായിട്ടും എല്ലാ മതങ്ങളുടെയും പ്രതിപുരുഷന്മാർ എന്ന് നടിക്കുന്നവരുമായിട്ടും ഒക്കെ ഒരു ബന്ധം വേണം. അപ്പോൾ ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളിപ്പോൾ കാണുമ്പോൾ ആ ഫോട്ടോ ഇപ്പോൾ പബ്ലിക്കിൽ വന്നിട്ടുണ്ട്. പബ്ലിക് ഡൊമൈനിൽ ധാരാളമായിട്ടത് ഇപ്പോൾ പോകുന്നുണ്ട്, വൈറലായിട്ട് തന്നെ പോകുന്നുണ്ട്. പൂർവാധികം ശക്തിയോടെ ആ ഫോട്ടോ പോകുന്നുണ്ട്. അപ്പം നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. അല്ലെങ്കിൽ ഇനിയിപ്പം എം.വി. ഗോവിന്ദ മാഷ് പറയുന്നത് പോലെ പിണറായി വിജയനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രമെന്ന് പറയുന്നത് കൃത്രിമ ബുദ്ധി കൊണ്ട് നിർമ്മിച്ചതാണെന്നൊക്കെയുള്ള കള്ളങ്ങളും വ്യാജങ്ങളും അമൂർത്ത സത്യങ്ങളും ഒക്കെ പറയേണ്ടി വരും. അങ്ങനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും ആ ഫോട്ടോ തന്നെയാണ്. തന്നെയല്ല ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്, അത് പൊട്ടിച്ചിരിക്കുന്നു. ഇനി അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ ഒരു കൃത്രിമ ബുദ്ധിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണെന്നുള്ളത് ഇനി പറയാൻ കഴിയില്ല ആർക്കും. കാരണം പറഞ്ഞിരിക്കുന്നത് നിസ്സാരക്കാരനല്ലേ, എം പിയുമാണ്, അതുപോലെ തന്നെ UDFൻ്റെ കേരളത്തിലെ കൺവീനറും കൂടിയാണല്ലോ അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അവിടം പൊളിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആൻ്റോ ആൻ്റണിയാണ് പറയേണ്ടത്, എന്തിനാണ് താനീ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത്? പിണറായി വിജയൻ തന്നെയാണല്ലോ പറഞ്ഞത്, ശിവൻ ഭാവിയെ തൊട്ടാൽ ശിവനും ഭാവിയാവുമെന്ന്. അപ്പോൾ സോണിയാഗാന്ധിയും ഇദ്ദേഹത്തിനോടൊപ്പം തിന്നാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉത്തരമർഹിക്കുന്ന ഒരു ചോദ്യം തന്നെ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്തിന് എന്നുള്ളത് അറിയാറുണ്ട്. സോണിയാഗാന്ധി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയപ്പോൾ പറഞ്ഞു, എൻ്റെ രോഗം എന്നുള്ളത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പൊതുജനങ്ങളുടെ രഹസ്യമായിട്ട് വയ്ക്കുക. അതിൽ കുഴപ്പമൊന്നുമില്ല. പിണറായി വിജയനും അങ്ങനെ തന്നെ അത് രഹസ്യമായിട്ട് വെക്കുന്നതിൽ ആരുമില്ല. അവരുടെ രോഗത്തിൽ നിന്ന് എത്രയും വേഗം ഭേദമാകട്ടെന്നേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലാതെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും മോശം നമ്മൾ അതിനെന്താണെന്നും പറഞ്ഞ് കളിയാക്കുക എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടൊരു പ്രവൃത്തിയാണ്. പക്ഷേ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഭൂലോക ഫ്രോഡിനെ എന്തിനവിടെ കൊണ്ടുപോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും പുരാവസ്തു കടത്തുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ. കാരണം പുരാവസ്തു കടത്തെന്ന് പറയുന്ന ഇന്ത്യ നേരിടുന്ന ബേണിംഗ് ഇഷ്യൂസിലൊന്നാണ്. എത്ര കോടി രൂപയുടെ സാധനങ്ങളാണ്, പുരാവസ്തുക്കളാണ്. നമ്മുടെ കോഹിനൂർ രത്നം മുതൽ മയൂര സിംഹാസനം വരെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാമാണ് പോയിരിക്കുന്നത്. രണ്ട് ഉദാഹരണങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം ഇതിന് കൊടുക്കുന്ന ഒരു വില എന്താണെന്ന്. ഓസ്ട്രേലിയയുമായിട്ട് അവിടെ കൊണ്ടുപോയിരിക്കുന്ന പുരാവസ്തുക്കൾ തിരിച്ചു കൊണ്ടുവരാൻ കരാറുണ്ടാക്കി. അമേരിക്കയുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കി. എല്ലാം ഒന്നും തിരിച്ചു വന്നിട്ടില്ലെങ്കിലും ചിലതൊക്കെയെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇനി വരാനുള്ളത് നമ്മൾ ഈ കാണുന്നതിൻ്റെ ഏതാണ്ട്
1000 മടങ്ങാണ് ഇനി ഇങ്ങോട്ട് വരാനുള്ളൂ. അതിന് വളരെ ഗൗരവമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡി മണി, ദാവൂദ് മണി, അതുപോലെ ബാലമുരളി എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേരളീയ ക്ഷേത്രങ്ങൾ, കേരളത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കൊള്ള നടത്തുന്നത്. ആ കൊള്ള നടത്തുന്നതിലെ ഒരു കങ്കാണിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. കങ്കാണിയോടൊപ്പമാണ് താൻ നിന്നതെന്നുള്ളത് പറയുമ്പോൾ ഇത് കൊണ്ടുവന്ന ആൻ്റണിയോട് ഇത് തീർച്ചയായിട്ടും സോണിയാഗാന്ധി ചോദിക്കേണ്ടതാണ്. എന്നെ എന്തിനാണ് അയാളുടെ കൂടെ നിർത്തി ഫോട്ടോ എടുപ്പിച്ചതെന്ന് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓസ്ട്രേലിയയിലെ നാഷണൽ മ്യൂസിയം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടൊരു മ്യൂസിയമാണ്. അവിടെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ഒരു നടരാജ വിഗ്രഹം. അതിൻ്റെ പേര് ശ്രീപുരനാഥൻ നടരാജ വിഗ്രഹം എന്നാണ്. അത് കണ്ടെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. അതവിടെ കൊണ്ടുപോയത് നമ്മുടെ ഈ സുഭാഷ് കപൂറാണ്. സുഭാഷ് കപൂർ കൊണ്ടുപോയതാണ്. അത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന 1.7 ലക്ഷം പുരാവസ്തുക്കളാണ് ഓസ്ട്രേലിയയിലേക്ക് പല കാലങ്ങളിലായിട്ട് അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഓസ്ട്രേലിയയിലെ ആർട്ട് ഗാലറി എന്ന് പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസിലാണുള്ളത്. അത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആർട്ട് ഗ്യാലറികളിലൊന്നാണ്. അതുപോലെ തന്നെ 2016 അതുപോലെ 2022 ഇടയ്ക്ക് 578 പുരാവസ്തു ശേഖരങ്ങൾ ഇന്ത്യ അതിൻ്റെ കഠിന പരിശ്രമത്തിൻ്റെ പരമായി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് 200 കോടി രൂപയാണ്. 200 കോടി രൂപയാണ്. പക്ഷേ ഇപ്പോഴും 1200 ഇതുപോലെയുള്ള പുരാവസ്തു ശേഖരങ്ങൾ തിരിച്ചു കിട്ടാതെ അതിൻ്റെ ലിറ്റിഗേഷൻ്റെ പല വഴിക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി കുറേ കൂടി ആ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഒരു ദേശീയ നേതാവായിട്ടുള്ള സൂപ്പർ പ്രധാനമന്ത്രിയായിട്ട് ഒരു കാലത്തിരുന്നിട്ടുള്ള UPAയുടെ സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്നല്ലോ മൻമോഹൻ സിംഗ് എന്ന കാലത്ത്, നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്ന് പറഞ്ഞ് ഒന്ന് രൂപീകരിച്ച് പ്രധാനമന്ത്രിക്കും മുകളിലിരുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്തിനവിടെ നിന്നു? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പരികർമ്മിയുമായിട്ട് എന്തിനു നിന്നു? എന്തായിരുന്നു അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് അറിയാൻ ഈ രാജ്യത്തിന് ബാധ്യതയുണ്ട്. ഈ രാജ്യത്തെ ഓരോ പൗരനും തീർച്ചയായിട്ടും ബാധ്യതയുണ്ട്. കാരണം ഇതൊരു വലിയ ദേശീയ പ്രശ്നം തന്നെയാണ്. അത് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. അതിന് ഉത്തരം MP ആയിട്ടുള്ള ആൻ്റണിയും പറയണം, സോണിയാഗാന്ധിയും പറയേണ്ടിയിരിക്കുന്നു. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.